ആരോ നീ എവിടെ പോവാ? എന്താ വൃന്ദേ, നീ എന്താ ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുന്നെ? ഈ നട്ടപ്പാതിരക്ക് ഇവൻ എവിടെ പോവാ? പാതിരാത്രി മെസ്സിൽ കട്ട് തിന്നാൻ പോവാണോ? നിങ്ങൾ ലൈറ്റ് ഓഫ് ആക്കാൻ ഞാൻ പറയാം. ഇവനിതെന്താ പറ്റിയത്? ആ എന്താണെന്ന് അറിയണമല്ലോ. ആരോ, എന്താ നിന്റെ പ്രശ്നം? നമ്മളെല്ലാരും ഉറങ്ങുമ്പോ ഇതാണ് നിന്റെ പരിപാടിയല്ലേ? നീ ഇവിടെ കിടന്ന് ഉറങ്ങാറില്ലേ? നിനക്ക് രാത്രിയായോ ഉറക്കമൊന്നുമില്ലേടാ? നീ ഇപ്പൊ പുറത്തേക്ക് പോകാൻ തുടങ്ങിയത് എന്തിനാ? ഞാൻ മെസ്സിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്നറിയാൻ. നിനക്ക് കഴിക്കാൻ വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. ഇതാ കഴിച്ചോ. ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോയി ആരുടെയും കണ്ണിപ്പെടാൻ നിൽക്കണ്ട. ആ ഇനിയിപ്പോ എന്താ നിന്റെ പ്രശ്നം? അല്ല, നിങ്ങൾ എന്തിനാ ഈ ഡോർ ലോക്ക് ചെയ്തേ? ഇതിവിടെ പതിവില്ലാത്താണല്ലോ. ഡോർ കീ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്നതല്ലേ സേഫ്? ഇതുവരെ ഇല്ലാത്ത കാര്യം ഇത്. നിങ്ങൾ ഈ താക്കോലെടുത്ത് മാറ്റ്. എടാ, ഈ കീ ഹോളിലൂടെ ചിലരൊക്കെ നമ്മുടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടോന്ന് അറിയാനാ ഒളിഞ്ഞു നോക്കുന്നെ. ഇനി ആരും ഒളിഞ്ഞു നോക്കരുത്. അതിനാ കീ ഹോളിൽ കീ ഇട്ടത്. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? നീയേ ഈ കീ എടുത്ത് മാറ്റരുത്. പോയി കിടന്നോ. വാ. സെറ്റായോടി, ഇപ്പൊ സെറ്റാവും. അമ്പിളിയോ ഇപ്പൊ ഉറക്കുവാ. ഒന്ന് വേഗം. അമ്പിളി ഉണർന്ന കുഴപ്പാവും. മിണ്ടാതിരിക്കടി, പണി തീർക്കട്ടെ. എല്ലാം ഓക്കെ ആണോ? ഓക്കെയാ. നാളെ ഈ വണ്ടി എടുത്തു പോകുന്ന 5 സുന്ദരികൾ ചെന്ന് വീഴുന്നതേ വല്ല ഹോസ്പിറ്റൽ ബെഡിലും ആയിരിക്കും. അതോടെ അവരുടെ ടൂർ പ്രോഗ്രാം പൊളിയും. രുദ്രൻ വിചാരിച്ച പോലും ഇതൊന്നും നടക്കില്ല. 3 റോസസിന്റെ പവർ എന്താണെന്ന് 5 സുന്ദരികൾ അറിയും. നിങ്ങൾ വാ. ഹലോ, നീ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നെ? കാറ്റാടി മലയിലേക്ക് പോണ്ടേ? വേഗം റെഡിയാവ്. റെഡിയാവാം, സമയമുണ്ടല്ലോ. ഇനി എവിടെയാ സമയം? ഇപ്പൊ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത സമയം കഴിഞ്ഞു. നീ വേഗം ഒന്ന് റെഡിയാവാരവേ. ഇവന് കാറ്റാടി മേളിലേക്ക് വരാൻ താല്പര്യമില്ലേ? കാറ്റാടി മലയിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ ഏറ്റവും താല്പര്യം ഇവനായിരുന്നല്ലോ. ഡാ, നീ വേഗം പോയി റെഡിയായേ. ഞാൻ ഇറങ്ങിക്കോളാം, നിങ്ങൾ റെഡിയാവ്. അത് കാണുന്നില്ലല്ലോ. അതെവിടെ പോയി? നീ എന്ത് അന്വേഷിക്കുന്നേ? കുറെ നേരം ആയല്ലോ അരിച്ചു പറക്കുന്നു. എന്തെങ്കിലും കാണാതെ പോയോ? മുത്തശ്ശൻ മനയിന്ന് തന്നൊരു ഭസ്മപ്പൊതി കാണുന്നില്ല. അതിപ്പോ എവിടെ പോയോ എന്തോ. അതെവിടെ പോവാനാ? അതിന്റെ ബാഗിൽ തന്നെ കാണും. ഇല്ലടേ, ഞാൻ നോക്കിയതാ. ഇതിനകത്താ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നേ. ഇതിലില്ല. കുറച്ച് ഭസ്മല്ലേ, അത് അന്വേഷിച്ച സമയം കളയണ്ട.
അതിന്റെ പ്രാധാന്യം നിനക്ക് അറിയില്ല. മുത്തശ്ശൻ പ്രത്യേകം പൂജിച്ച് തന്നയച്ചതാ. നമ്മുടെ മുറിയിൽ സൂക്ഷിക്കണമെന്നും പറഞ്ഞു. അതാ ഇപ്പൊ കാണാതായത്. നീ വന്നതിന് ശേഷം വേറെ എവിടെ വെച്ചെന്ന് ഓർത്തു നോക്ക്. ആ സാധനം താൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇയാളുടെ ബാഗിൽ ഉണ്ടാവുമല്ലോ. ഞാനത് ബാഗിൽ വെച്ച് കൊണ്ടുവന്നതാ. യാത്രക്കിടയില് തന്റെ ബാഗ് വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയായിരുന്നല്ലോ. ആ സമയത്ത് ഭസ്മം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഭസ്മപ്പൊതി അപ്പൊ നഷ്ടപ്പെട്ടു കാണുമോ? നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് ബാഗ് തുറന്ന് അപ്പൊ തന്നെ ചെക്ക് ചെയ്ത് നോക്കണമായിരുന്നു. താൻ എന്താ അത് ചെയ്യായിരുന്നെ? ഞാനത് ഓർത്തില്ല. ഭസ്മപ്പൊതി നഷ്ടപ്പെടുത്തിയെന്ന് മുത്തശ്ശൻ എങ്ങാനും അറിഞ്ഞ വഴക്ക് പറയും. ഭസ്മപ്പൊതി കളഞ്ഞുപോയ കാര്യം താൻ മുത്തശ്ശനോട് പറയണ്ട. അപ്പൊ മുത്തശ്ശന്റെ വഴക്ക് കേൾക്കൂലല്ലോ. എന്തായാലും അത് നഷ്ടപ്പെട്ടു. ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് എന്ത് കാര്യം? എല്ലാവരും വേഗം ഒന്ന് റെഡിയാവേ, ഇറങ്ങണ്ടേ? ഞാൻ റെഡിയായി കഴിഞ്ഞു. ഞാൻ എപ്പോഴേ റെഡി. ആരവേ, നീ ഒന്ന് പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ഞാനിപ്പോ റെഡിയായി വരാം. എങ്ങോട്ട് പോയി? അവൻ വന്നോളാന്നല്ലേ പറഞ്ഞത്. അവൻ ആരും കാണാതല്ലേ വണ്ടി കയറാൻ പറ്റൂ. അവൻ വരാൻ ലേറ്റ് ആയാലും എന്ത് ചെയ്യും? അവൻ വണ്ടി തന്നെ കാണും. നമുക്ക് അങ്ങോട്ട് പോയി